ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ലൈവ് ലൈഫ് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം എൻ്റെ കൂട്ടുകാരുടെ ചർച്ചിലേക്ക് കടന്നു ചെന്നു. അവിടെ കണ്ടൊരു ചെറിയ കാഴ്ചയുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ചെറിയൊരു ചിന്ത പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മറ്റൊന്നുമല്ല, ആ ചർച്ചുകളിൽ ഒരു വലിയ നീണ്ട ഹാളാണ്. ആ ചർച്ചിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ എടുക്കുന്നത്. നീണ്ട ഹാളാണ്. ആ ഹാളിനകത്ത് അവൻ്റെ മകളും ഓടി നടക്കുന്നു. കൂടെ ഒരു ചെറിയൊരു കുഞ്ഞു പൂച്ചയും ഓടി നടക്കുന്നുണ്ട്. ഈ കുഞ്ഞു പൂച്ചയെ പലതരത്തിൽ എടുത്ത് പുറത്തെറിയും, വാതിലൊക്കെ അടച്ചിടും. പക്ഷെ വീണ്ടും അല്പനേരം കഴിയുമ്പോൾ വീണ്ടും ഈ പൂച്ച ഈ സഭാ ഹാളിലേക്ക് കടന്നു ചെല്ലും. ഞാൻ അതിനെ നിരീക്ഷിക്കാനെടുത്തു. എല്ലാവരും വളരെ സ്നേഹത്തോടു കൂടെ അതിനെടുത്ത് താലോലിക്കുന്നു, സകല കാര്യങ്ങളും ചെയ്യുന്നു. പക്ഷേ സഭായാഗങ്ങളൊക്കെ വരുന്ന സമയത്ത് അതിനെടുത്ത് പുറത്തിടുന്നു, പുറത്തേക്കാക്കുന്നു. പക്ഷെ വീണ്ടും അതെങ്ങനെയൊക്കെയോ അകത്തോട്ട് കടന്നു വരാൻ ചാൻസ് ഉണ്ട്. കടന്നു വരുന്നുണ്ട്, വന്നുകൊണ്ടേയിരിക്കുന്നു. അതെന്നെ ചിന്തിപ്പിക്കുവാനിടയായി തോന്നുന്നു. നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പാപങ്ങൾ നമ്മളെ അലട്ടുന്നുണ്ട്. പലതരത്തിലുള്ള ചിന്തകൾ, പലതരത്തിലുള്ള പ്രവൃത്തികൾ, നമ്മുടെ നോട്ടങ്ങൾ, കേൾവികൾ, നമ്മുടെ വാക്കുകൾ, നമ്മൾ പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പാപമായിട്ട് കടന്നു വരുന്നുണ്ട്. പക്ഷെ ഇത് എങ്ങനെ കടന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഈ പൂച്ചയെ നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ ഈ പൂച്ചയെ നമ്മൾ എടുത്ത് പുറത്താക്കുന്നത് പലപ്പോഴും നമ്മൾ മാനസാന്തരപ്പെട്ട് അതിനെടുത്ത് കളയുന്നുണ്ട്. പക്ഷെ വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് അതുപോലുള്ള ചിന്തകളും പ്രയാസങ്ങളും, ഈ പൂച്ച എങ്ങനെ കടന്നു വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാത്ത രീതിയിൽ അതുപോലെ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ബൈബിളിൽ ഇപ്രകാരം പറയുന്നു. 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ, നിങ്ങൾ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. നിങ്ങളെ വഴുതി വീഴ്ത്തിക്കുവാൻ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് പാപസംബന്ധമായ പല കാര്യങ്ങൾ കൊണ്ടുതരുവാൻ, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളൊരു പാപത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുപോഴുവാൻ ആരെ വിഴുങ്ങേണ്ടു എന്ന് ഒരു അലറുന്ന സിംഹം എന്ന പോലെ പിശാച് ചുറ്റി നടക്കുന്നു. ഉണർന്നിരിക്കേണ്ട കാലഘട്ടമാണ്. ഏത് രീതിയിലാണ് പിശാച് നിങ്ങളെ തള്ളിയിടുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഉണർന്നിരിപ്പിൻ, കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിപ്പിൻ. പിശാച് ഒരുപക്ഷെ പാസ്റ്റർ മുഖേനയായിരിക്കാം, ഒരുപക്ഷെ നിങ്ങളുടെ സഹോദരങ്ങൾ മുഖേനയായിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്ന ആൾക്കാരിൽ മുഖേനയായിരിക്കാം, ഒരുപക്ഷെ നമ്മൾ പോലും ചിന്തിക്കാത്ത രീതിയിലായിരിക്കാം പിശാച് നമ്മളെ വലയിൽ വീഴ്ത്തിയിരിക്കുന്നത്. ദൈവത്തെ, യേശുക്രിസ്തുവിനെ പോലും പരീക്ഷിക്കുവാൻ ബൈബിൾ വാക്യമാണ് പിശാച് യൂസ് ചെയ്തത്. അതുപോലെ നിങ്ങളെയും തള്ളിയിടുവാൻ പിശാച് ചുറ്റി നടക്കുന്നു. ഈ പുതുവത്സരത്തിൽ നിങ്ങൾ ഉണർന്നിരിക്കണം, നിർമ്മതരായിരിക്കണം. പിശാച് നിങ്ങളെ തേടി വരുന്നുണ്ട്. അതിൽ നിന്ന് മാറി കർത്താവായ ദൈവത്തെ അനുസരിച്ച് ബൈബിൾ പറഞ്ഞിരിക്കുന്ന പോലെ സർവായുധ വർഗം കൊണ്ട് പിശാചിനെ നേരിടുവാൻ, വചനമെന്ന സർവായുധ വർഗം കൊണ്ട് പിശാചിനെ നേരിടുവാൻ തയ്യാറായിരിക്കുക. ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.